ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവരെ പിടിച്ച് അകത്തിടണമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ചില കാര്യങ്ങൾ പറയാറുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഞാൻ പല കാര്യങ്ങളിലൂടെ പറയാറുണ്ട്. അപ്പോൾ അതിനെ പറഞ്ഞതിനെ കുറിച്ചിട്ട് അതിൻ്റെ കുറവോ കൂടുതലോ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുക. അതല്ലാണ്ട് എൻ്റെ കുറവിനെ കുറിച്ച് പറയാനാണ് ചില ആൾക്കാർ താല്പര്യപ്പെടുന്നത്. ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞ ആൾക്കാരില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഈ സീറ്റിലിരിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ സർവത്ര മായ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം പച്ചക്കറി തൊട്ട് പാല്, നൂഡിൽസ് എല്ലാ സാധനത്തിലും വിഷം ചേർക്കുന്നുണ്ട്. വിഷം വെച്ചാൽ മായം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അമ്മമാർ കൂടുതലും 90% അമ്മമാർക്കും ഇപ്പോൾ ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് അവർക്ക് വന്ന് സാധനങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, സമയമില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള പതിവ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഭക്ഷണത്തിൽ മായം ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ തെളിയിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് കർണാടകയിൽ നിന്ന് ഒരു ടാങ്കർ ലോറി നിറച്ച് പാല് വന്നു. ആ പാല് നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് അധികൃതർ അത് എടുത്തിട്ട് ടെസ്റ്റിന് അയച്ചു. ടെസ്റ്റിന് അയച്ചിട്ട് 9 ദിവസമായിട്ടും അവിടെ ടെസ്റ്റ് ഇതിൽ മായം ചേർത്തുണ്ടോയെന്ന് അറിയാൻ പറ്റിയില്ല. ഇത് അറിയാണ്ടാണോ അറിയിക്കാണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ 9 ദിവസം കഴിഞ്ഞിട്ടും പാല് കേടുവന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം, പാല് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവന്ന് അതിൻ്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇത് 9 ദിവസമായിട്ടും പാല് കേടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഈ നാട്ടിൽ ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം പടർന്ന് പിടിച്ചേക്കാണ്. കാരണം നമുക്കൊരു വയറുവേദനയോ ഒരു മേല് തടിപ്പോ വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്കാൻ ചെയ്യാൻ വരെ പേടിയാണ്. കാരണം ഇത് ക്യാൻസർ ആണോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ മാറിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഞാൻ ഷുഗർ വന്ന ആളാണ്. ഞാൻ 20 വർഷമായിട്ട് എനിക്ക് ഷുഗറുണ്ട്. ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തിയ ആളെന്ന നിലയ്ക്ക് ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ഗ്ലൈക്കോമേറ്റ് 500 എന്ന് പറഞ്ഞ് ഗുളിക ഒരു നേരത്തേക്ക് എഴുതും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ 2 നേരത്തേക്ക് ആക്കും. പിന്നെ അത് 3 നേരത്തേക്ക് ആക്കും. പിന്നെ അതുമ്പോൾ നിൽക്കാണ്ടാകുമ്പോൾ ഇൻസുലിനാക്കും. ഇൻസുലിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടേക്ക് പോകും? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇവിടെ നമ്മുടെ സാധാരണ വീടുകളിൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ബൈക്കും ഒരു കാറില്ലാത്ത വീടുകളില്ല. നമ്മുടെ ശരീരത്തിന് മസിലിനെ ബലപ്പെടുത്താവുന്ന എക്യുപ്മെൻറ്റ്സ് ഉള്ള എത്ര വീടുകളുണ്ട് ഇവിടെ? ഇനി വീടുകളുണ്ടെങ്കിൽ തന്നെ എത്ര ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്? അപ്പം നമുക്ക് വേണ്ടത് ആഴ്ചയിൽ ഒരു 5 ദിവസം 20 മിനിറ്റെങ്കിലും വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും ബലപ്പെടുത്താവുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്തിരിക്കണം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ ഈ വക സാധനങ്ങൾ ഒരു പരിധി വരെ തടയാൻ പറ്റും. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മായം ചേർക്കണവരെ MDMA മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പിടിച്ചകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നാൽ ഈ പണി തന്നെ ചെയ്യും. നേരെ മറിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ ആൾക്കാരെ ഭക്ഷണത്തിൽ മായം ചേർക്കണവരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പരിപാടി അതോട് നിർത്തും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് കളറിനും മണത്തിനും രുചിക്കും പിന്നെ അത് കേടാവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ പിടിച്ചകത്തിടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തിൽ മാന്യത വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിടിച്ചകത്തിടുന്നു പറഞ്ഞാൽ അവർ ആ പണി അതോടുകൂടി നിർത്തും. എനിക്ക് അമ്മമാരോടാണ് പറയാനുള്ളത്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ വഴിവക്കത്തിരിക്കുന്ന ക്യാൻസർ മേടിച്ച് പരമാവധി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക.